ഇന്നത്തെ വെള്ളപ്പൊക്കത്തിൽ പനങ്ങാട് പഞ്ചായത്തിൽപ്പെട്ട പൂവമ്പായി ഹൈസ്കൂളിൻ്റെ ഭാഗം വയലും ഹൈസ്കൂൾ ഗ്രൗണ്ടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുക. ഇതിലെ വാഹനങ്ങൾക്ക് കടന്നു പോകാനും പ്രയാസമുണ്ട്. പൂവമ്പായിൽ നിന്നും കാറ്റാടി ഭാഗം എന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണിത്. പൂവമ്പായി കാറ്റാടി റോഡ്. ഇപ്പോൾ ഇവിടെ മഴ ചെറുതായിട്ടൊന്ന് ശക്തി കുറഞ്ഞിട്ടുണ്ട്. മഴ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ നല്ല ശക്തിയിലാണ് കിട്ടുന്നത്. ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവിട്ട് ഇങ്ങനെ പെയ്യും. ഇപ്പോൾ ആ മേഘങ്ങളൊക്കെ ഇരുണ്ട് നിൽക്കുക. തെളിഞ്ഞൊരു കാലാവസ്ഥയല്ല. ഒരു 10-25 വർഷം മുന്നേ ഇതിങ്ങനെ പൂവമ്പായി കാറ്റാടി റോഡ് സുമാർ 25 വർഷം മുന്നേ ഇതുപോലെ ഒരു വെള്ളക്കയറ്റുണ്ടായിരുന്നു. അന്ന് പല നാശനഷ്ടങ്ങളും അന്ന് റോഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഇപ്പം വീണ്ടും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതാണ്. വയലൊക്കെ തോർത്ത് കവുമൊക്കെ വെച്ച് അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. പനങ്ങാട് പഞ്ചായത്തിൽ ഏത് വാർഡ് പെട്ട സ്ഥലമാണ് ഈ സ്ഥലം? 9-7 വാർഡുകൾ അതിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിങ്ങോട്ട് ഈ ഭാഗം തച്ചമ്പയിൽ പള്ളീൻ്റെ അടുത്ത് ആനക്കുണ്ടുങ്ങൽ റോഡിൻ്റെ സൈഡ് ഇവിടെയൊക്കെ വീടുകളൊക്കെ വെള്ളം കയറി. ഈ വീട്ടിലൊക്കെ രാവിലെ നിലരാത്രി 1 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് 1 അടി ഉയരത്തിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഈ ഭാഗങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. ഇപ്പം കുറച്ച് വെള്ളം താണതാ. 2 അടി വെള്ളം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയതാ. ഇവിടെ നിന്നുണ്ടായ ഈ മഴയും വെള്ളപ്പൊക്കത്തെ പറ്റി നമുക്ക് ഈ വീട്ടുകാരോട് ഒന്ന് ചോദിച്ചു നോക്കാം. അത്ര ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? രാത്രി നിങ്ങൾ അറിഞ്ഞിനോ വെള്ളം പൊന്തിയത്? ആ, ചിലപ്പോൾ നമ്മൾ ഉറക്കത്തറിയില്ല മഴ പെയ്യുന്നതും വെള്ളം കയറുന്നതൊന്നും. ഇന്നലെ രാത്രി എത്ര മണിക്ക്? സമയം 10 മണിക്ക് ശേഷം. ആ, 10 മണിക്ക് ശേഷം കാറ്റുണ്ടായിരുന്നു ഇന്നലെ 8 മണിക്ക്. കാറ്റുണ്ട്. പനങ്ങാട് പഞ്ചായത്ത് 8-ാം വാർഡ് പാലന്തല ചേരിക്കാമ്പായി. മുമ്പൊരിക്കൊരു വെള്ളക്കയറ്റം ഉണ്ടായിരുന്നല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിപ്പോൾ എത്ര ആയിട്ടുണ്ടാവും? അത് 18-ൽ അങ്ങനല്ലേ? 2018. അതിന് ശേഷം ഇപ്പോഴാണ് രണ്ടാമത്തെ വെള്ളം കയറുന്നുണ്ട്. എന്നാലും ഇത്ര രൂക്ഷമായിട്ട് ഇപ്പോൾ സംഭവം. പിന്നെ താവൂല മറ്റെന്താ ചങ്ങാടം ഇതിലേക്ക് ടച്ച് മരക്കുറ്റി വലിയ വേനായിട്ടില്ല.
അത് മാത്രമേ നമുക്ക് ആളെ നിർത്താനും പറ്റും. 4 കേനും വേണം. ഈ ചെങ്ങാടം കെട്ടിയിട്ട് അതിനോട് 4 ഭാഗത്ത് സേഫായിട്ട്. ഇവർ സംസാരിക്കുന്നത് ഇവിടെ ഈ വെള്ളം കയറിയ ഭാഗത്ത് ഒരു വീട്ടിൽ ഒരു രോഗിയുണ്ട്, കിടപ്പ് രോഗി. മൊത്തം തളർന്ന് കിടക്കുന്ന ഒരാളാണ്. അയാളെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത്. വില്ലേജ് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം സന്നദ്ധരായി കുറേ ആൾക്കാർ, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരും ഇവിടെയുണ്ട്. കൂടുതൽ വെള്ളം ഇങ്ങനെ മറിയരുത്. ഇപ്പോൾ റോഡ് വെച്ചാൽ കൊണ്ട് ഈ വെള്ളം കുറവാണ്. ഇതിലാണ് വെള്ളത്തിൻ്റെ ഈ മഴയത്ത് വന്നിട്ട് എന്ത് ചെയ്യാൻ തൊഴിലുറപ്പിനൊക്കെ കുറെ കാടും അതിന് പറ്റുകയാണല്ലാതെ പറഞ്ഞു എല്ലാ പഞ്ചായത്തിന്റെ മീറ്റിങ്ങിലും കാര്യങ്ങളും നമ്മൾ ശരി. അടുത്ത നമുക്ക് അതൊരു പദ്ധതി ഉണ്ട്. ഇവിടെ വാർഡ് മെമ്പർ എടുത്ത് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാകും. ഇന്നലെ രാത്രിയോടുകൂടെ ശക്തിയായി പെയ്ത മഴയിൽ ആര്യംകുന്നത്ത് താഴെ തോട് വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയ സമയത്ത് ഇതാ ഈ പാലത്തിനോട് വന്ന് മുട്ടി. ഇപ്പോൾ ഇതിൻ്റെ മേലെ 2 അടി ഉയരത്തിൽ വെള്ളം നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് വെള്ളം താണതാണ്. ഇവിടെ ഈ തോടുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട്. ആര്യംകുന്നത്ത് താഴ പനങ്ങാട് പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് ഈ ഭാഗങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഇടയിൽ. ഇതൊരു ഓയിൽ മില്ല് പ്രവർത്തിക്കുന്നതായിരുന്നു. ഈ ഭാഗത്തൊക്കെ വീട് വെള്ളം മുങ്ങി കുറേ ആൾക്കാർ ആ വീട്ടിൽ മുങ്ങുന്നുണ്ട്. കുറേ വീടുകളിലെ ആൾക്കാരാ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്ന. ഈ വീട്ടിലൊന്നും പാളില്ല, ആൾക്കാരൊക്കെ ക്യാമ്പിലേക്ക് മാറ്റി. ചാരോത്തുമുക്ക് ആര്യംകുന്നത്തതായ റോഡാണിത്. കിനാലൂർ എസ്റ്റേറ്റ് കുറുമ്പയിൽ ഭാഗം ഇന്നലെ ശക്തമായി മഴയുണ്ടായി. അത് കാരണമാണ് ഇവിടെ ഇങ്ങനെയും വെള്ളം പൊന്താനുള്ള അവസരം ഉണ്ടായത്. കുറുമ്പയിൽ മേലെ മലയ്ക്ക് പെയ്ത മഴ, ആ വെള്ളമാണ് അതിശക്തമായ മഴയാണ് ഇന്നലെ കുറുമ്പയിൽ മലയിലൊക്കെ ഉണ്ടായത്.
ഇന്നലെ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളം കയറി പനങ്ങാട് പഞ്ചായത്തിൻ്റെ താഴ്ന്ന പല പ്രദേശങ്ങളിലും വെള്ളം പൊങ്ങി. അവിടങ്ങളിൽ താമസിക്കുന്ന 30ഓളം കുടുംബങ്ങളെ കിനാലൂർ ഗവൺമെൻറ് LP സ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റി താമസിച്ചിരിക്കുകയാണ്. 10-11 വാർഡുകളിൽപ്പെട്ട 30ഓളം കുടുംബങ്ങളിൽ ഉള്ള 70ഓളം ആളുകൾ കിനാലൂർ GP സ്കൂൾ ക്യാമ്പിലുണ്ട്. അവരെ ക്യാമ്പിലേക്ക് മാറ്റി താമസിച്ചു. കൂടാതെ ഇനിയും വെള്ളം ഉയരുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്.